നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വടകര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വടക്കൻ മേഖലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചത്. വടകര താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവയ്ക്കും അവധി ബാധകമായിരിക്കും. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ചൂണ്ടൽ ചിറപ്പറമ്പിൽ നിന്നും ലക്ഷങ്ങളുമായി വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടി. 16 പേരടങ്ങുന്ന സംഘത്തിൽ നിന്നും 17,70,000-ലധികം രൂപയും മൊബൈൽ ഫോണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു. ചൂണ്ടൽ ചിറപ്പറമ്പ് ട്യൂബ്ലൈറ്റ് റോഡിൽ പ്രദേശവാസിയായ മണികണ്ഠന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഡി വൈശാഖിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ACP CR സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ചീട്ടുകളി സംഘം പിടിയിലായത്. കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, തൃശൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നും എത്തിയവരാണ് ഇവിടെ ചീട്ടുകളി നടത്തിയിരുന്നത്. ഡാൻസ് ഓഫ് സംഘം കുറച്ചു ദിവസമായി ഇവിടെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് വീട് വളഞ്ഞ് ചീട്ട് കളിക്കുന്നതിനായി എത്തിയ 16-അംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. 19 മൊബൈൽ ഫോണും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘവും കുന്നംകുളം പോലീസും ചേർന്നാണ് സംഘത്തെ പിടികൂടിയത്. സംഘാംഗങ്ങളുടെ വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, CPOമാരായ അനീഷ്, രവി, അഖിൽ കൃഷ്ണ, സുഗതൻ, സുനിൽ, കണ്ണൻ, കബീർ, പ്രവീൺ എന്നിവരും ചീട്ടുകളിക്കാരെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സമീപകാലത്ത് പോലീസ് പിടികൂടിയ ഏറ്റവും വലിയ തുകയാണ് ചീട്ടുകളി സംഘത്തിൽ നിന്നും കണ്ടെടുത്തത്. പുന്നൂർ ഗ്രാമപഞ്ചായത്ത് 72 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം 2025 ജൂലൈ 28 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ വിതരണം ചെയ്യും. ഗ്രാമപഞ്ചായത്തിലെ എടക്കഴിയൂർ ഫിഷറീസ് കോളനിയിലെ 15 കുടുംബങ്ങൾക്കും അകലാട് മുന്നൈനിയിലെ 45 കുടുംബങ്ങൾക്കും മറ്റു പ്രദേശങ്ങളിലെ 12 കുടുംബങ്ങൾക്കും ഉൾപ്പെടെ 72 കുടുംബങ്ങൾക്കാണ് പട്ടയ വിതരണം നടത്തുന്നത്. അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ വെച്ച് നടത്തുന്ന പ്രസ്തുത പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി സംഘാടക സമിതി രൂപീകരണ യോഗം ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പുന്നൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അറിയിച്ചു. പുന്നൂർകുളം സംസ്കാര GCC സംഘടിപ്പിക്കുന്ന VP മാമു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3-ന് AEO ഓഫീസിന് സമീപത്തെ സംസ്കാര GCC ഓഫീസിൽ നടക്കുന്ന ചടങ്ങ് MK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയാകും. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. SSLC, +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും മറ്റു മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കും. സാംസ്കാരിക സംഗീത കൂട്ടായ്മയായ താൾ ഓഫ് സംസ്കാരിക്കും ചടങ്ങിൽ ആരംഭം കുറിക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഹമ്മദ് സഹൽ, ഇന്ത്യ നേപ്പാൾ ഇന്റർനാഷണൽ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ജിജമോൾ, യൂറോപ്യൻ കമ്മീഷന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് കരസ്ഥമാക്കിയ ഐശ്വര്യ, അക്യുപഞ്ചർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഷഹീറ ഷെരീഫ്, NPC മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനം നേടിയ KS അബ്ജിത്ത് എന്നിവരെയും ചടങ്ങിൽ അനുമോദിക്കും. സംസ്കാര ജനറൽ സെക്രട്ടറി TM ഷമീദ്, കോർഡിനേഷൻ ചെയർമാൻ MK രഘുനാഥ്, മൂസക്കുട്ടി, V ഷഹീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാർഡ് മുരടിപ്പ് ഒരു ജനകീയ വിചാരണയുടെ ഭാഗമായി SDPI പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അണ്ടത്തോട് പാപ്പാളി കിണർ ബീച്ച് റോഡ് വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് SDPI പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി വാഴനടൽ, ഞാറുനടൽ, വസ്ത്രമലക്കൽ തുടങ്ങി വിവിധ മത്സര പരിപാടികളോടെ വേറിട്ട പ്രതിഷേധം നടത്തി. പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് കൂടുതൽ റീച്ച് കിട്ടുന്ന വീഡിയോ, ഏറ്റവും നല്ല സെൽഫി മെമ്പർ, ഏറ്റവും നല്ല ട്രോളർ, ഏറ്റവും കൂടുതൽ വീഡിയോ സ്റ്റാറ്റസ് എന്നിവയ്ക്ക് 1ാം സമ്മാനം 1000 രൂപയും 2ാം സമ്മാനം 1 കുല പഴം എന്നിങ്ങനെ നൽകും.
SDPI ജില്ലാ ട്രഷറർ യഹിയ മന്ദലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് സക്കരിയ പൂക്കാട്ടിന്റെ അധ്യക്ഷതയിൽ SDPI പുന്നൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ സ്വാഗതവും SDPI പാപ്പാളി ബ്രാഞ്ച് പ്രസിഡന്റ് ആഷിഫ് മാലിക്കുളം നന്ദിയും പറഞ്ഞു. കിണർ ബ്രാഞ്ച് പ്രസിഡന്റ് റാഷിദ് കോലയിൽ, കുമാരൻപടി ബ്രാഞ്ച് പ്രസിഡന്റ് തൗഫീഖ് മാലിക്കുളം, മജീദ് തെക്കേക്കാട്ടിൽ, നൌഷാദ്, അസ്കർ, അൻഷാദ്, നിസാർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ ലിറ്റിൽ ഫ്ലവർ സെന്റർ ഫോർ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ്, IQAC, IIC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിനും വുവൺ ഫ്ലെയിംസ് ദി ആർട്ട് ഓഫ് വീക്ക് എന്ന ശിക്ഷണ ശില്പശാലയ്ക്കും തുടക്കം കുറിച്ചു. കോളേജിലെ സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായ ഷിനോജ് കെ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെ ബിൻസി അധ്യക്ഷയായി. സ്ത്രീ ശാക്തീകരണത്തിന് മികച്ച മാതൃകയായ പൊന്നാനി, തെയ്യങ്ങാട് വെളിച്ചം സ്റ്റോറുമായുള്ള സഹകരണത്തിൽ സംഘടിപ്പിച്ച ശില്പശാല വിദ്യാർത്ഥിനികൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് മികച്ച വേദിയായി തീർന്നു. പരിപാടിക്ക് LFCIE കോർഡിനേറ്റർ ഡോക്ടർ ജെസി ഇജെ, IQAC കോർഡിനേറ്റർ ഡോക്ടർ കെ സിതാര ഉറുമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടകം 1-ാം തീയതി രാവിലെ 5 മണിക്ക് നട തുറന്നതിനു ശേഷം നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, പായസ നിവേദ്യത്തോടുകൂടിയ ഉച്ചപൂജ, ഉപദേവതമാർക്കുള്ള നിവേദ്യം എന്നിവ നടന്നു. ക്ഷേത്രം ഊരാളൻ കൂടിയായ ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി അരവിന്ദ് ചൌബി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രദീപ് ചെറുവാശ്ശേരിയുടെ രാമായണ പാരായണവും ദിവസവും രാവിലെ 5:30 നടക്കുന്നുണ്ട്. ജൂലൈ 27 ഞായറാഴ്ച രാവിലെ വിശേഷൽ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവത് സേവയും കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്ന് പട്ടിശ്ശേരി ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പുന്നൂർക്കുളം ചെറായി പരേതനായ മാമ്പറ്റ് കണ്ടക്കുട്ടിയുടെ മകൻ പ്രസാദ് നിര്യാതനായി 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുധ ഭാര്യയും അതുൽ കൃഷ്ണ, അതുല്യ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.